Hi everyone, this is Abin Xavier from Evika. ഇന്നത്തെ വീഡിയോ ആണ് EDC അഥവാ എവറിഡേ ക്യാരി. ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഡിവൈസാണ് പോപ്പി അൾട്രാ പ്രോ മാക്സ്. ഈ ഒരു ഡിവൈസ് വരുന്ന ലസാപ് ഷോ എന്ന് പറഞ്ഞ കമ്പനി നിന്നാണ്. നമുക്ക് പല കളർ വേരിയൻറ്റിൽ ഈ ഒരു ഡിവൈസ് ലഭിക്കും. ഈ ഒരു ഡിവൈസ് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് കളറാണ്. കാരണം ഈ ഒരു കളറിന് മാത്രം പ്രത്യേകം ഒരു ഫങ്ഷനാലിറ്റിയാണ് കളർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. വെള്ളയിൽ നിന്ന് മഞ്ഞയിലേക്കും മഞ്ഞയിൽ നിന്ന് ബ്രൗണിലേക്കും ഈ ഒരു ഡിവൈസ് കളർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അൺലിമിറ്റഡ് സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ കൊല്ലങ്ങളോളം ഈ ഒരു ഡിവൈസിന് ബാറ്ററി ലഭിക്കും. അതോടൊപ്പം ഇൻബിൽഡായിട്ട് റിവേഴ്സ് ചാർജിങ് ടെക്നോളജി ഇതിലുള്ളതാണ്. അതായത് ഒരു യൂസർ ടയർഡായിട്ട് വരുന്നെങ്കിൽ ഇവരുടെ ആ ഒരു പോസിറ്റീവ് എനർജി തിരിച്ചു തരികയും നമുക്കും കുറച്ചും കൂടെ എനർജി ലഭിക്കുന്നതായിരിക്കും. ആൻഡ് വർഷത്തിൽ നമുക്ക് ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിക്കും. അതോടൊപ്പം ഒന്നോ രണ്ടോ ചെറിയ ബഗ് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ നമുക്ക് കിട്ടിയെന്ന് പറയാം. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് സ്റ്റെൽത്ത് മോഡും രണ്ട് ഫൈൻഡിങ് മോഡും. സ്റ്റെൽത്ത് മോഡ് എന്ന് പറയുമ്പോൾ വീട്ടിൽ കയറുന്ന പല്ലി പാറ്റ എന്ന് പറഞ്ഞ എല്ലാ ബഗുകളെയും ഇത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യും. ഫൈൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം കാണാനില്ലെങ്കിൽ, അതായത് നമ്മുടെ സോക്സ്, നമ്മുടെ ടി വിയുടെ റിമോട്ട്, ചാർജർ എന്നീ പറഞ്ഞ സാധനങ്ങൾ കാണുന്നില്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ടിലുണ്ടാകുന്ന വായ എന്ന് പറഞ്ഞ ആ ഒരു സെൻസറിൽ അല്ലെങ്കിൽ ഓർഗനിൽ നമുക്ക് ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് യൂസർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ദ പീക്കാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ജോക്സ് അപ്പാർട്ട്, ഇന്നത്തെ വീഡിയോ ആണ് EDC ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ നമ്മുടെ വീഡിയോ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യാം. അതിൽ ഒന്നാമത്തെ നോൺ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, രണ്ടാമത്തെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, മൂന്നാമത്തെ നമുക്ക് ആക്സസറീസ്. അതെ, നമ്മുടെ ഒന്നാമത്താണ് നോൺ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ BBB എന്ന് വിളിക്കാം. അതായത് ബുക്ക്, ബാഗ്, പിന്നെ നമ്മുടെ താങ്ക്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബുക്കും ബാഗും കുറച്ച് സാധനങ്ങളും ഞാൻ എല്ലാ ദിവസവും ക്യാരി ചെയ്യുന്നതാണ്. അതിൽ ഒന്നാമത്താണ് ബോട്ടിൽ എന്ന് പറയുന്നത്. നമ്മുടെ ബോട്ടിൽ എന്ന് പറയുമ്പോൾ 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഞാനിത് കൊണ്ട് നടക്കുമ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, എന്തിന് ഇത്രയും വലിയ ബോട്ടിൽ എന്ന് തോന്നുന്നു. നമ്മൾ ഡെയിലി എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബോഡിയുടെ കാര്യം നമ്മളെപ്പോൾ ഓർക്കാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഒരു 2 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ കുപ്പി ഞാൻ എപ്പോഴും ക്യാരി ചെയ്യാറുണ്ട്. അടുത്തത് എൻ്റെ സ്വന്തം ഈ ഒരു നോട്ട്ബുക്കാണ്. ഈ ഒരു നോട്ട്ബുക്കിൽ നിന്നാണ് നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും തുടക്കം. സ്ക്രിപ്റ്റ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു നോട്ട്ബുക്കിൽ നിന്നാണ്. അടുത്തത് എൻ്റെ ഈ ഒരു സ്വന്തം സ്പെക്സ്. ഇത് സാധാ സ്പെക്സ് ആയിട്ട് നിങ്ങൾ നോക്കരുത്. ഇതൊരു ബ്ലൂ കട്ട് ലെൻസാണ്. ഈ ഒരു ബ്ലൂ കട്ട് ലെൻസിൽ എനിക്ക് ഏറ്റവും വലിയ ഉപകാരം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ രാത്രി ഒന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം 4 മണി 5 മണി പുലർച്ചയൊക്കെ വരുന്ന എഡിറ്റ് ചെയ്യും. ഈ ഒരു എഡിറ്റിംഗ് സമയത്ത് ഞാൻ കമ്പ്യൂട്ടറും ഫോണും കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് വരും. ഈ ഒരു ബ്ലൂ ലൈറ്റ് എനിക്ക് മാത്രമല്ല ഒരാൾക്കും നല്ലതല്ല. അതുകൊണ്ട് ആ ഒരു ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ബ്ലൂ കട്ട് ലെൻസ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ എല്ലാ ഗാഡ്ജറ്റ്സുകളുടെയും ആക്സസറീസിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനും അതേപോലെ നോക്കാനും പറ്റുന്നതാണ്. അടുത്തത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ക്യാരി ചെയ്യുന്ന ബാഗാണ്. ഈ ഒരു ബാഗ് ആൻറ്റി തെഫ്റ്റ് മോഡലാണ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സിപ്പാണ് ഈ ഒരു ബാഗിന് വരുന്നത്. അടുത്തൊരു മെയിൻ ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിവൈസിൽ USB-A, അതായത് പഴയ ടൈപ്പാണ്, പക്ഷേ ഒരു കണക്ടർ കിട്ടുന്നുണ്ട്. നമ്മളൊരു പവർ ബാങ്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡിവൈസുകളൊക്കെ നമുക്ക് ഈ ഒരു ബാഗിൽ കണക്ട് ചെയ്ത് തന്നെ യൂസ് ചെയ്ത് പവർ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. ഞാൻ എപ്പോഴും പവർ ബാങ്ക് പോക്കറ്റിലിടുകയോ അല്ലെങ്കിൽ ബാഗിലിട്ടൊരു വലിയ പുറത്തേക്ക് എടുക്കുകയോ വേണ്ട. ആ ഒരു എസ്തെറ്റിക്കലി ബാഗ് നല്ല രീതിക്ക് ഭംഗിയാണ്. അടുത്തത് എൻ്റെ ഈ പറഞ്ഞ ക്ലീനിങ് ബ്രഷ്. ഈ ഒരു ബ്രഷ് സാധാ ഒരു ബ്രഷായിട്ട് നിങ്ങൾ കണക്കൂട്ടരുത്. കാരണം മെക്കാനിക്കൽ കീബോർഡുള്ള കൂട്ടുകാരനാണെങ്കിൽ ആ മെക്കാനിക്കൽ കീബോർഡ് ഊരി ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് എയർപോർട്ട്സും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു എയർപോർട്ട്സിൻ്റെ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ പറയുന്ന ടിപ്പ്, മൈക്രോഫോൺ, ഫോണിൻ്റെ അടിയിലെ സ്പീക്കർ എല്ലാം നമുക്ക് ഈ പറഞ്ഞ പിൻ പോയിൻ്റ് ആയിട്ടുള്ള ബ്രഷിലും ഈ പറഞ്ഞ ചെറിയ ബ്രഷിലും നമുക്ക് ക്ലീൻ ചെയ്യാം. ഇനി എയർപോർട്ട്സിൻ്റെ കേസിൻ്റെ ഉള്ളിൽ ആ ഒരു അഴുക്കും കാര്യങ്ങൾ എടുക്കാനായിട്ട് ഇവിടെ ഒരു മൈക്രോ ഫൈബറിൻ്റെ പോലത്തെ ഒരു ഫിനിഷിങ് വന്നിട്ട് ഒരു ടിപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു ടിപ്പും നമ്മുടെ ഈ പറഞ്ഞ എയർപോർട്ട്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് ഞാൻ നോൺ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ കാർഡ് ഹോൾഡർ. 2 കാർഡും പിന്നെ ഒരു നെസസറി ക്യാഷ് മാത്രം ഞാൻ ക്യാരി ചെയ്യാറുള്ളൂ, ഒരു 10-500 രൂപ. കാരണം ഇപ്പം എല്ലാവരും UPIയും കാർഡും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചില സമയത്ത് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ കാർഡും വർക്ക് ചെയ്യില്ല, അതേപോലെ UPIയും വർക്ക് ചെയ്യില്ല, ക്യാഷ് തന്നെ വേണ്ട വരും. ഇതാണ് നമ്മുടെ നോൺ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലെ
നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇനി നമ്മുടെ അടുത്ത ഭാഗം അല്ലെങ്കിൽ രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എൻ്റെ ആപ്പിൾ വാച്ച് സീരീസ് 4ൻ്റെ 44mm ഈ ഒരു വാച്ചാണ്. എൻ്റെ ഡെയിലി ഡ്രൈവർ ഈ വാച്ച് തന്നെയാണ്. എൻ്റെ അനലോഗും ഡിജിറ്റൽ വാച്ചൊന്നും ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല ഈ ഒരു വാച്ചിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു വാച്ച് വന്നതിന് ശേഷം. എൻ്റെ വാച്ച് യൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ അനലോഗും വാച്ചുകളും യൂസ് ചെയ്യുന്നത് എൻ്റെ പപ്പയാണ്. എൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നോക്കുന്നതും പപ്പയാണ്. ഈ ഒരു വാച്ച് എനിക്കൊരു ഫുൾ ഡേ ചാർജ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ചാർജ് ചെയ്തിട്ട് വർക്കിന് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു 8 ആവും. എന്നിട്ടാണ് ഞാൻ ചാർജ് ചെയ്യാറ്. അടുത്തത് ഈ പറഞ്ഞ വാച്ചിൻ്റെ ബാൻഡുകളുടെ കളക്ഷനാണ്. ഇത് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയുടെ ആ ഒരു ഓറഞ്ച് കളർ ബാൻഡാണ്. ഒഫീഷ്യൽ ബാൻഡല്ല, ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അടുത്തത് ഈ ഒരു ലെതർ വാച്ചിൻ്റെ സ്ട്രാപ്പ്. ഈ ഒരു സ്ട്രാപ്പ് ഞാൻ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എന്തെങ്കിലും മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോർഡ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് ലുക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലെതർ സ്ട്രാപ്പാണ്. അടുത്തത് ഈ പറഞ്ഞ മെറ്റലിലെ ബ്ലാക്ക് സ്ട്രാപ്പ്. ഈ ഒരു ബ്ലാക്ക് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ ആണ്. പിന്നെ മാഗ്നറ്റിക് ആയതിൻ്റെ അറ്റാച്ച്മെൻറ്റും നമുക്ക് എളുപ്പമാണ്. അടുത്തത് ഒരു റെഡ് കളർ സിൽക്കൻ്റെ ബാൻഡ്. ഈ ഒരു ബാൻഡ് ഞാൻ കുറച്ചുകൂടെ കളർ തീമായിട്ട് വേണ്ട സ്ഥലത്ത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റെഡ് ഷർട്ട് ഇട്ടു, അതേപോലെ എന്താ റെഡ് ഐഫോണാണ്, അങ്ങനെ വരുമ്പോൾ ഈ ഒരു റെഡ് സ്ട്രാപ്പും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. വാച്ചിൻ്റെ ആ ഒരു എസ്തെറ്റിക് ഭംഗി അല്ലെങ്കിൽ ആ ഒരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ബാൻഡുകളും മാറ്റാറുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ഗാഡ്ജറ്റാണ് എയർ ടാഗ് എന്ന് പറയുന്നത്. എയർ ടാഗ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ബൈക്കിൻ്റെ കീയിലായിട്ടാണ്. ഈ പറയുന്ന വർക്കിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് ട്രാവൽ ചെയ്താൽ അപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ മെസ്സേജ് വരും, എൻ്റെ കീ അവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ട്. ഇത് എവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആകുന്നത് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന ആപ്പിൾ ബീക്കീസിൻ്റെ ഷോറൂമിൽ പോയപ്പോൾ എൻ്റെ ബാഗിൽ ഈ ഒരു എയർ ടാഗ് ഇട്ടു. ഞാൻ ആ ട്രെയിനിൽ ട്രാവൽ ചെയ്തപ്പോൾ എൻ്റെ ബോഗിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വാഷ്റൂമോ കാര്യങ്ങൾക്ക് പോയാൽ പോലും ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞ് തന്നെ അപ്പോൾ തന്നെ എനിക്ക് ഫോണിൽ മെസ്സേജ് വരും, ഈ പറയുന്ന എയർ ടാഗ് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ട്രാവൽ ചെയ്യുമ്പോൾ എയർ ടാഗിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആപ്പിൾ ബീക്കീസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫുൾ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബട്ടണിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അടുത്തത് എൻ്റെ ഡെയിലി ഡ്രൈവറായ iPhone 11 128GB പ്രൊഡക്റ്റ് റെഡ്. ഈ ഒരു റെഡ് കളർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു iPhone 15 നമുക്ക് റെഡ് കളർ ഉണ്ടാവുന്നെങ്കിൽ ഞാൻ ആ ഒരു കളർ എന്തായാലും എടുക്കുമെന്ന്. ഈ ഒരു ഡിവൈസിലാണ് iOS 17 റൺ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറയത്തക്ക അത്ര വലിയ ബഗ്ഗോ കാര്യങ്ങളോ വരുന്നില്ല. ഒരു 4-5 ബഗ്ഗുകളുണ്ട്, പക്ഷേ അതെനിക്ക് എന്താ പറയുക മാനേജബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബഗ്ഗാണ്. അടുത്തത് എൻ്റെ സെക്കൻഡറി ഡിവൈസ് ആയിട്ടുള്ള iPhone 10. ഈ ഒരു ഡിവൈസിൽ ഞാൻ റൺ ചെയ്യുന്നത് iOS 16 ബെയ്റ്റാണ്. കാരണം iOS 16 പരമായിട്ട് എന്തെങ്കിലും ബെയ്റ്റുകളോ അഡ്മിഷനോ വന്നതിന് എനിക്ക് യൂസ് ചെയ്യുന്നതാണ് ആ ഒരു ഡിവൈസും ഞാൻ എല്ലാ ദിവസവും ക്യാരി ചെയ്യുന്നത്. അടുത്തത് എൻ്റെ സ്വന്തം Macbook Air M1. ഈ ഒരു ഡിവൈസിലാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇന്നേ വരെ ഒരു ടെൻഷനോ ഒരു ഫ്രസ്ട്രേഷനോ തരാത്ത ഒരു ഡിവൈസാണ് ഈ പറയുന്നത്. എനിക്ക് ആകെ കുഴപ്പമുള്ളത് സ്റ്റോറേജിൽ മാത്രമാണ്. പക്ഷേ സ്റ്റോറേജും കുറച്ചും കൂടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മുടെ എയർപോഡ്സ് പ്രോയാണ്. മൂവീസ് കാണാൻ, സോങ്സ് കേൾക്കാൻ, അതേപോലെ കോണ്ടന്റ് ക്രിയേഷൻ എഡിറ്റ് ചെയ്യാൻ എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് ക്വാളിറ്റി സിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എയർപോഡ്സ് പ്രോ അത്യുഗ്രനായിട്ട് എനിക്ക് വർക്ക് ചെയ്യാറുണ്ട്. ഔട്ട്ഡോർ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് അതായിരിക്കും. ഇൻഡോർ ആണെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ മാക്ബുക്കിൻ്റെ സ്പീക്കറോ ഹോം പോഡോ ആണ് ഞാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എയർപോഡ്സ് ഐഫോണിലും മാക്ബുക്കിലും എനിക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും അടിപൊളിയായിട്ട് വരാറുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ അധ്യായം അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആക്സസറീസ് ആണ്. ഒന്നാമത്തെ ആക്സസറീസ് ആണ് ഈ പറയുന്ന പോട്രോണിക്സിൻ്റെ 7-in-1 അഡാപ്റ്റർ. മാക്ബുക്ക് C ടൈപ്പ് ആയതുകൊണ്ട് മാത്രം എനിക്ക് ഈ ഒരു ഡിവൈസ് എല്ലാ സ്ഥലത്തും ക്യാരി ചെയ്യണം.
ഇതിൽ എനിക്ക് HDMI, അതേപോലെ SD കാർഡ്, 2 USB-A, പിന്നെ 2 USB-C എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഏറ്റവും വലിയ SD/XD കാർഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള അഡാപ്റ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് നമ്മുടെ ഐപാഡിലും മാക്ബുക്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്ററാണ്. അടുത്തത് ഒരു 30 വാട്ടിൻ്റെ അഡാപ്റ്ററും അതേപോലെ 20 വാട്ടിൻ്റെ അഡാപ്റ്ററും അതിനെ പറ്റി 2 ചാർജിങ് കേബിളും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ചാർജിങ് കേബിളിൽ ഞാനൊരു ചെറിയ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ആപ്പിളിൻ്റെ വയർ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോവാം, എക്സെപ്റ്റ് ബ്രേഡ് കേബിൾസ് ആണെങ്കിലും മാത്രം. ബാക്കി എല്ലാ കേബിളും പൊട്ടിപ്പോകുന്നൊരു ചാൻസ് എല്ലാം ഉണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു ഈ പറഞ്ഞ വയർ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ചീപ്പാണ്, പക്ഷേ നല്ല രീതിക്ക് അത് എഫിഷ്യൻ്റ് ആണ്. ഇതൊക്കെയാണ് ഞാൻ ഡെയിലി ലൈഫിൽ ക്യാരി ചെയ്യുന്ന EDC എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു EDC നിങ്ങളെപ്പോഴും ക്യാരി ചെയ്യുന്ന ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോ തൊട്ട് അത് കമൻറ്റ് ചെയ്യുക. എനിക്കും അറിയണം എൻ്റെ കൂട്ടുകാർ എന്തൊക്കെയാണ് ക്യാരി ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതേപോലെ അടിപൊളിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കുറേ കൂട്ടുകാർ കാണുന്നത്. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലയും കൂടെ എനേബിൾ ചെയ്യുന്നതാണ്. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വേൾഡ് പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം നമ്പറായിട്ടും മാറാൻ പറ്റും. അതല്ല നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് കൊടുക്കുന്നുണ്ട്. Go follow me Instagram, and thank you so much for watching this whole video. This is Abin Xavier signing from Evika. Peace.